നമസ്കാരം ചങ്കളെ. ഇന്ന് ഞാനൊരു ചൂണ്ട കെട്ടുന്ന കരിമീൻ പിടിക്കാൻ വേണ്ടി ചൂണ്ട കെട്ടുന്ന ഒരു വീഡിയോ ആണ് അപ്ലോഡ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഈ കരിമീൻ കെട്ടേണ്ട കരിമീൻ പിടിക്കേണ്ട ചൂണ്ട എന്ന് പറഞ്ഞാൽ 18 നമ്പർ 18 നമ്പർ മെയ്ഡ് ഇൻ ഇന്ത്യയുടെ ശൂലം കമ്പനിയുടെ ചൂണ്ടയാണ്, ഹൂക്കാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ അത്യാവശ്യം സൈസുള്ള കരിമീനായിരുന്നാലും ഇളകി പോവാതെ നിൽക്കും, പെട്ടെന്ന് ഞെളിഞ്ഞു പോവില്ല. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ചൂണ്ടയ്ക്ക്. അതിൻ്റെ ഏകദേശം നീളം നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ കാണുമ്പോൾ. അതായത് ഇത്രയേ ഉള്ളൂ, ഇതാണ് ഇതിൻ്റെ വലിപ്പം. അപ്പോൾ ഇത് ബെർക്കിലിയുടെ മോണോഫിലമെൻ്റ് കങ്കൂസാണ്. 23 mm അതാണിത്. ഇത് പൂന്തുറ ഉള്ള ഈ ചൂണ്ടയൊക്കെ വിൽക്കുന്ന കടയിൽ പോയാൽ കിട്ടും. ഇത് അത്യാവശ്യം കട്ടിയുണ്ട്. 3-3.5 കിലോളം ഉള്ള കരിമീനായിരുന്നാലും വളർത്തുമീനായിരുന്നാലും പിടിച്ചാൽ ഇതിട്ട് പൊക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഫൈബറിൻ്റെ ഇതായതുകൊണ്ട് ഇതിൽ തറയിൽ വീണാലൊക്കെ പെട്ടെന്ന് നമ്മളെ പൊട്ടിപ്പോവും. അതുകൊണ്ട് ഇതിൽ നിന്ന് എടുത്ത് നമ്മൾ മറ്റൊരു ഇതിലോട്ട് ചുറ്റി മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ സാധനം കങ്കൂസ് ചുറ്റാൻ വേണ്ടി വാങ്ങിക്കാൻ കിട്ടും. ഇത് വെറും 10 രൂപയുള്ളൂ. അപ്പോൾ ഇതിലോട്ട് ഈ കങ്കൂസിനെ ചുറ്റി മാറ്റി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അപ്പോൾ ചൂണ്ട കെട്ടുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ആദ്യം ചൂണ്ട നമ്മൾ ഇങ്ങനെ നമ്മുടെ കൈയിൻ്റെ ഇങ്ങനെ പിടിക്കണം. ഓക്കെ, പിടിച്ചിട്ട് കങ്കൂസ് കാണാമല്ലോ അല്ലേ, ഈ കങ്കൂസിനെ ഒരു മടക്കാക്കി ഇങ്ങനെ എടുക്കണം. കുറച്ച് ദൂരം പിറകോട്ട് വിട്ടതിന് ശേഷം ഒരു മടക്കാക്കി ഇങ്ങനെ എടുത്തിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇങ്ങനെ ഇതിൽ വെച്ച് ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ഈ മുറിച്ച് കട്ട് ചെയ്ത എൻഡ് ഉണ്ടല്ലോ, അതിനെ എടുത്ത് ഇങ്ങനെ ഈ മറ്റ് കങ്കൂസും കൂടെ ചേർത്ത് ഇങ്ങനെ ചുറ്റണം. ഈ കെട്ടൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇത് പുതിയതായിട്ട് മീൻ പിടിക്കാൻ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇടുന്ന വീഡിയോ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം, അതിനുള്ള മറുപടി. ഒരു 3-4 ചുറ്റ് ഇങ്ങനെ ചുറ്റിയാൽ മതിയാവും. ചുറ്റിയതിന് ശേഷം ഇതിനെ ഇങ്ങനെ എടുത്ത് ഈ റിങ്ങായിട്ടിരിക്കുന്ന അറ്റം കണ്ടോ, ഈ റിങ്ങായിട്ടിരിക്കുന്ന അറ്റത്തിൻ്റെ അകത്തൂടെ ഇതിൻ്റെ ഈ എൻഡ് ഇങ്ങനെ കോർത്തെടുക്കണം. ഇങ്ങനെ കോർത്തെടുത്തതിന് ശേഷം കോർക്കാനും പറ്റുന്നില്ല. ടൈൽസിൻ്റെ കളറും കങ്കൂസിൻ്റെ കളറും ഒരേ ഇതായതുകൊണ്ട് നേരെ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ പിടിച്ചിട്ട് മറ്റേ അറ്റം ഉണ്ടല്ലോ അതിനെങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. കെട്ട് റെഡിയാണ്. ഇത് ഒരു കാരണവശാലും ഈ കെട്ട് അഴിഞ്ഞു പോവില്ല, ഇത് വളരെ സ്ട്രോങ് ആണ്. മറ്റേ അറ്റം നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം വേണമെങ്കിൽ ഒരു കെട്ടും കൂടെ അറ്റത്ത് പിടിച്ച് അങ്ങനെ കെട്ടാവുന്നതാണ്. ഇവിടെ തന്നെ സാധാ ഒരു കെട്ടും കൂടെ വേണമെങ്കിൽ കെട്ടാം. ഇത്രേ ഉള്ളൂ. ഇതൊരു കെട്ടും കൂടെ നമ്മളിങ്ങനെ പിടിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ. എന്നിട്ട് ഈ മിച്ചമുള്ള എന്നെ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഏകദേശം ഇത്ര ലെങ്ത്തിൽ ഇത് ഈയമാണ്. വെയിറ്റിന് വേണ്ടി ചെറിയൊരു പീസ് ഈയം അടിച്ച് പരത്തി ഇതിനെ കട്ട് ചെയ്തിപ്പം പരത്തണ്ട, വാങ്ങിക്കാൻ കിട്ടും ഇതുപോലത്തെ പരന്ന ഈയം. എന്നിട്ട് അതിനൊരു 4 ഇഞ്ച് മുകളിലോട്ട് പൊക്കത്തിന് ഇതിനെ മടക്കി നല്ലവണ്ണം ഇതിൽ സെറ്റ് ചെയ്ത് ടൈറ്റായിട്ട് വെക്കുക. ടൈറ്റായിട്ട് വെച്ചില്ലെങ്കിൽ ഇത് താഴെ പോയി ഇടിക്കാൻ ചാൻസ് ഉണ്ട് എപ്പോഴും. ഓരോ എറിയുമ്പോഴും അതൊന്ന് തട്ടി നിൽക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നല്ല ഒരു പേപ്പറിൻ്റെ പീസും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി കൂടെ നല്ലതാണ്. അത് ആ കങ്കൂസിൽ ഉരയാതെ നല്ല നീറ്റായിട്ടിരിക്കും. അല്ലോ, ഇതാണ്. ദൂരം നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ, ചൂണ്ടയും ആ ആയിട്ടുള്ള ഇതിൻ്റെ ആവശ്യമുള്ളൂ ഇതിൽ. അപ്പോൾ ഇത് നമ്പർ മനസ്സിലായല്ലോ, ചൂണ്ടയുടെ 18 നമ്പർ ചൂണ്ട. ഇന്ത്യൻ ചൂണ്ടയാണ്. ഗൾഫ് ചൂണ്ട ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ കൂടെ വെയിറ്റ് കൂടുതലായിരിക്കും, പെട്ടെന്ന് കരിമീൻ ബൈറ്റ് ചെയ്യാൻ പാടായിരിക്കും.
അതുകൊണ്ടാണ് ഇത്ര വെയിറ്റുള്ള ചൂണ്ട എടുക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. ഓക്കെ ചങ്കളെ, ബൈ.